നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്തേ. കഴിഞ്ഞ ദിവസത്തേക്ക് വാർത്ത, ഇ ഡി അന്വേഷണ കേസിൽ ഇ ഡിയുടെ മാസപ്പടി CMRL മാസപ്പടി എക്സാലോജി കേസിൽ അവർ പിണറായി വിജയനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ. ഏറ്റവും കൂടുതൽ വരുന്ന വാർത്തകൾ ഏത് നിമിഷവും അദ്ദേഹത്തിന് അവർ സമൻസ് നൽകിയിരിക്കാം. കാരണം അതിൻ്റെ ഒരു നടപടിക്രമമാണ്. കാരണം ഒരു അവിടെ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലും കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ച ഇ ഡിയുടെ റിപ്പോർട്ടിലൊക്കെ ഈ ഒരു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക എന്നതാണ് ഒഫീഷ്യൽ ടൈമെങ്കിലും നമുക്കതിനെ വിവരങ്ങൾ ആരായുകയോ അല്ലെങ്കിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി ഉറപ്പാക്കുകയോ അതിനൊക്കെയാണ് എന്തായാലും അവർ സമൺ ചെയ്യും. ഔദ്യോഗികമായിട്ടൊരു കത്ത് കൊടുക്കും ഒഫീഷ്യലായിട്ട്, അല്ലേ, മെയിൽ വഴി. അല്ലെങ്കിൽ അവിടെ ഉയരുന്ന ഒരു ചോദ്യം, ഈ വീണയുടെ കേസിൽ, ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ പിണറായി വിജയനെ കണ്ട് ചോദ്യം ചെയ്യുക, മൊഴിയെടുക്കുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിനകത്തൊരു ചോദ്യം, അദ്ദേഹവും അതിൽ പ്രതിയാകുമോ എന്നൊരു ചോദ്യം. അതെ, അങ്ങനെയെങ്കിൽ കഥ മാറി. തീർച്ചയായിട്ടും അതാണ് അവിടുത്തെ വിഷയം. ആക്കുമോ എന്നുള്ളതാണ്. കാരണം അതെ, ഈ സമൻസ് വരുമ്പോഴേ നമുക്ക് ഇദ്ദേഹത്തിനോട്, ഇപ്പോൾ വീണ ഇതിൽ പ്രതിയാണ്, ശശിധരൻ കറുത്ത പ്രതിയാണ്, അദ്ദേഹത്തിൻ്റെ മകൻ, ഭാര്യ, മകൾ ഇവരെല്ലാം ചോദ്യം ചെയ്തു, അവരുടെ മൊഴിയെടുത്തു. വീണ ഇതിൽ പ്രതിയാണ്. വീണയെ 2 തവണ ചോദ്യം ചെയ്തു, 2 അല്ല 3 തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു. പക്ഷേ 2 തവണ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ ഇനി ഇതിനകത്ത് ഇപ്പോൾ ഇ ഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശശിധരൻ കർത്തയുടെ മൊഴിയുണ്ട്. എന്താണ്, ഈ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഞങ്ങൾ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്, ഇല്ലെങ്കിൽ ഞങ്ങളിതിൽ ഏർപ്പെടില്ല, ഞങ്ങൾക്ക് പറയത്തക്ക ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, സേവനം കിട്ടാതെയാണ് ഈ പണം 2,76,00,000 രൂപ, 2.76 കോടി രൂപ ഞങ്ങൾ വെറുതെ കൊടുത്തു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം, അല്ലേ? അത് കൊടുക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ്. കൊടുക്കേണ്ട കാര്യം അവിടെയാണ് ഇ ഡിയുടെ ചോദ്യം. എന്തിന് ഈ പണം നിങ്ങൾ കൊടുത്തു? ഈ കൊടുത്ത പണത്തിന് വീണ ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ട്. അതാണ് അടുത്ത പ്രശ്നം. അതായത് കൊടുത്ത പണം ഔദ്യോഗികമായിട്ട് വരവ് വെച്ചു, അതെ, എനിക്ക് കിട്ടി, ഞാൻ അതിൻ്റെ ടാക്സും അടച്ചിട്ടുണ്ട്. ഈ CPM-കാർ ആദ്യം പറഞ്ഞ മണ്ടത്തരം അതൊക്കെയാണ്. അത് അവർ തമ്മിലുള്ള ഇടപാടിൽ അത് പണം, പിന്നെ അതിന് ടാക്സ് അടച്ചല്ലോ, ഈ ടാക്സ് അടച്ചു എന്ന് പറയുമ്പോൾ ഈ പണം, അതാണ് ആ ചോദ്യം, നിങ്ങൾ എന്ത് സേവനത്തിനാണ് ഈ പണം കൊടുത്തത് എന്ന് CMR, വെറുതെ കിട്ടിയ പണമാണെങ്കിൽ എന്ത് സേവനം നൽകിയിട്ടാണ് ഈ പണം വാങ്ങിച്ചതെന്ന് വീണ ഉത്തരം പറയണം. അതിനൊരു കൃത്യമായ ലോജിക്കലായ ഒരു ആൻസർ ഇവർ പറയുന്നില്ല. അവിടെയാണ് ഇ ഡിക്ക് സംശയങ്ങൾ വരികയും മറ്റ് പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് 182 കോടി രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ശശിധരൻ കർത്തയുടെ ഡയറിയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിപ്പം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ശ്രീ പിണറായി വിജയനെ അവരിങ്ങനെ ഇട്ട് മുൾമുനയിൽ നിർത്തുമായിരുന്നു? ഇല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകും, എന്തൊക്കെയാണ് അതിൽ വരുന്ന മാറ്റങ്ങൾ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, കേസല്ലേ, അതങ്ങനെ തന്നെ നിലനിൽക്കുകയല്ലേ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൾ ഇതിൽ പ്രതിയാണ്. മകളെ അപ്പോൾ ഒഴിവാക്കിയില്ലല്ലോ ഇ ഡി, മകൾ പ്രതിയാണ്. അന്വേഷണം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഈ 2 വർഷം മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇതിൽ ബന്ധമുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ നടപടിക്രമങ്ങൾ വളരെ വൈകി പതുക്കെ മുന്നോട്ട് പോകുന്നുള്ളൂ. അതാണിപ്പോൾ എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നൊരു കാര്യം. എന്തുകൊണ്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നില്ല? ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയാൻ വരുന്നത്. എൻ്റെ ഇതിനൊരു രാഷ്ട്രീയമാണ്. ഇപ്പം രാജേഷ് ജി ചോദിച്ചതിനൊരു രാഷ്ട്രീയമായ ഒരു തലം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ തൊടാൻ ഇ ഡി ഭയപ്പെടും. ശരിയാണ്, മുഖ്യമന്ത്രിക്ക് ചില പ്രിവിലേജുകളൊക്കെ ഉണ്ട്. അത് അനുസരിച്ചായിരിക്കാം ഇ ഡി ഒരു പക്ഷേ അവിടെ മെല്ലെപ്പോക്ക് നടത്തിയത്. മമതയുടെ കാര്യത്തിലും അങ്ങനെ ആയിരുന്നല്ലോ. മമതയല്ലല്ലോ ചോദ്യം ചെയ്യാൻ ഇ ഡി ചെന്നത് അവരുടെ ഐപാക്ക് എന്ന് പറയുന്ന ഈ PR ഏജൻസിയും അതിൻ്റെ MD-യുടെ വീട്ടിലും ഓഫീസിലും ഒക്കെയാണല്ലോ ഇ ഡി ചെന്നത്. അഭിഷേക് ബാനർജി, അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജി പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ആയ അഭിഷേക് ബാനർജിയെയും ഭാര്യയെയും ഒക്കെ ചോദ്യം ചെയ്തു. പക്ഷെ മമതയെ അവർ തൊട്ടില്ലല്ലോ, മമത അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ പിണറായി വിജയനിലേക്ക് എത്തുന്ന വഴികളിലെല്ലാം ഇ ഡി ഉണ്ടായിരുന്നു.
എൻ്റെ ചോദ്യം അതല്ല, ഈ ഒരു ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് എന്ത് മാനം എന്നുള്ളതാണ്. കാരണം പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് സ്പീക്കറുടെ അനുമതി വേണ്ടി വരും. അവർ സ്പീക്കറുടെ അനുമതി തേടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇ ഡി സ്പീക്കറുടെ അനുമതി തേടിക്കഴിഞ്ഞിട്ടേ പിണറായി വിജയനോട് സമൻസ് കൊടുത്ത് ഹാജരാകാൻ ആവശ്യപ്പെടുകയുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ആ കാര്യത്തിലൊരു അവസാന തീർപ്പ് പറയാൻ നിയമവിദഗ്ധനല്ല. ഇ ഡിക്ക് കൃത്യമായി ഉപദേശം വാങ്ങിക്കൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ഇതെന്ത് പ്രതിസന്ധി സൃഷ്ടിക്കും? ഈ ഒരു ചോദ്യത്തിനാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വാസ്തവത്തിൽ. ഇവിടെ സഖാവ് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് പ്രതിയായാലും അല്ലെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ സംഭവങ്ങൾ രാഷ്ട്രീയമായിട്ട് എന്ത് മാറ്റം കൊണ്ടുവരും എന്നാണ്. ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ സ്പീക്കറുടെ അനുവാദത്തോടു കൂടി സമൻസ് കൊടുത്ത് വിളിച്ചു വരുത്തിയാൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടി വരും. ഒഴിയുന്നതാണ് മര്യാദ, ധാർമ്മികത അതാണ്. ഒരുപാട് നാറുന്നതിന് മുമ്പേ അത് ഒഴിവായി മറ്റാരെങ്കിലും ആ ചുമതല ഏൽപ്പിക്കാം. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും അവിടെ നമുക്ക് പാർട്ടിയിലെ ആര് ക്യാബിനറ്റ് പദവിയാണ്. അല്ല, അതൊക്കെ ശരി തന്നെ. പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനം ഇദ്ദേഹം ഏറ്റെടുക്കട്ടെ എന്ന് നിർദ്ദേശിച്ചത് പാർട്ടിയാണല്ലോ, പോളിറ്റ് ബ്യൂറോ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ്. അപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ പിണറായി വിജയൻ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ തുടരണോ, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരണോ വേണ്ടയോ? തുടർന്നാൽ മാധ്യമങ്ങളുടെ ആക്രമണം, എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആക്രമണം, പൊതുജനങ്ങളിൽ നിന്നുയരുന്ന ചോദ്യം, ഇതിനൊക്കെ CPM മറുപടി പറയണം. അപ്പോൾ അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, പിണറായി വിജയനെ എങ്ങനെയും വെട്ടി ഒഴിവാക്കാൻ കാത്തിരിക്കുന്ന ഒരാളാണ് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. ഈ പിണറായി യുഗം പാർട്ടിയിൽ അവസാനിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിനും ബാക്കിയുള്ളവർക്കും ഇനിയൊരു മുന്നേറ്റമുള്ളൂ. ഇവിടെ ഇപ്പം പാർട്ടി പ്രതിപക്ഷത്താണ്, അധികാരത്തിലില്ല. അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റമൊന്നും ഇപ്പോൾ സമീപഭാവിയിലെങ്ങും പാർട്ടിക്ക് ഉണ്ടാകാനിടയില്ല. പക്ഷെ അങ്ങനെയല്ല, 3 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അല്ല, അത് രണ്ടാമത്തെ കാര്യം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖം രക്ഷിക്കണ്ടേ? ഇപ്പോൾ ആകെ ഒരു സീറ്റാണുള്ളത്. അതും കൂടി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ഇന്നത്തെ നിലയ്ക്ക് അതുകൂടി നഷ്ടപ്പെട്ടാൽ CPMന് പിന്നെ നാണക്കേടാണ്. ഇനി കോൺഗ്രസിൻ്റെ പച്ചയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കാമെന്ന് വിചാരിക്കേണ്ട. DMKയുടെ സഹായത്തിന് വേണ്ടി അങ്ങോട്ട് പോകണ്ട, അവിടെ നിന്ന് കിട്ടില്ല. അവരെ DMK വിട്ടല്ലോ, മുന്നണി വിട്ടല്ലോ, കൈയൊഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി രാജസ്ഥാനിലോ എവിടെയെങ്കിലും നിന്ന് ജയിക്കാമെന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. കോൺഗ്രസ് പരമാവധി സീറ്റുകൾ അവർ തന്നെ മത്സരിച്ച് ജയിക്കാനേ നോക്കുകയുള്ളൂ. കോൺഗ്രസ് ഒരിക്കലും സീറ്റുകൾ CPM പോലെ കേരളത്തിൽ ശത്രുവായിരിക്കുന്ന പാർട്ടിയുടെ മുഖ്യ എതിരാളിയായിരിക്കുന്ന ഒരു കക്ഷിക്ക് വേണ്ടിയിട്ട് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പിണറായി വിജയൻ എതിരാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ ജയിക്കാനായിരിക്കും CPM ശ്രമിക്കുക. ബംഗാളിൽ നോക്കണ്ട, ബംഗാളിൽ BJP അവിടെ അധികാരത്തിൽ വന്നു, അതുകൊണ്ട് പാർട്ടി ഓഫീസൊക്കെ തുറക്കാൻ പറ്റി, ശരി തന്നെ. പക്ഷേ അവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന്, ആകെ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് ജയിക്കാൻ പറ്റിയത്. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. കേരളത്തിൽ ഭരണമുണ്ടായിരുന്ന 2019-ലും 2024-ലും കനത്ത തിരിച്ചടിയാണ് അതെ LDFന് കിട്ടിയത്. ഉണ്ടായിട്ട് 2 ടേമായിട്ട് കനത്ത തിരിച്ചടി കിട്ടി. 4 2019 LDFന്റെ അല്ല, 2019 ഒരു സീറ്റ് ആലപ്പുഴ. 2009 4 സീറ്റിൽ ഒതുങ്ങിയത്. 2014 വന്നപ്പോൾ 8 സീറ്റ് കിട്ടി. അത് 1 തുടരുകയാണ്. അന്ന് ആലപ്പുഴ ജയിച്ചെങ്കിൽ 2024 അത് ആലത്തൂരായി മാറി. ആലപ്പുഴയിൽ തോറ്റു പാർട്ടി. ആരിഫ് നല്ല സുന്ദരമായിട്ട് തോറ്റു. ഇനി അതാണ് വിഷയം. പാർട്ടി എന്തു പറഞ്ഞു നിൽക്കും? ജനങ്ങളുടെ മുന്നിൽ പറയാൻ വാക്കുകളില്ല.
അതെ. അപ്പോൾ പിണറായി വിജയൻ ഈ സ്ഥാനത്ത് തുടർന്നാൽ, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടർന്നാൽ അത് പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും. ഇതായിരിക്കും MA ബേബിയും കൂട്ടരും മുന്നോട്ട് വെക്കാൻ പോകുന്ന വാദം. ഞാനിതാ പറഞ്ഞു, 2 ടൈം ഭരണത്തിൽ ഇരുന്നിട്ട് പോലും ഈ ഒരു സീറ്റ് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അതെ, അത് തന്നെ ആ ഒരു സീറ്റ് ജയിച്ച ഒരു സീറ്റ് നിലനിർത്താൻ പറ്റിയില്ല, മറ്റൊരു സീറ്റിലാണ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ആ ഒരു സീറ്റും കൂടി നഷ്ടപ്പെടുത്തണോ എന്നൊരു ചോദ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരും. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തുനിന്ന് പിണറായി വിജയൻ സ്വമേധയാ പടിയിറങ്ങേണ്ടി വരും. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇന്നത്തെ നിലയ്ക്ക് അദ്ദേഹം അതിന് തയ്യാറാകാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങനെയും അവസാന നിമിഷം വരെ കടിച്ചു പിടിച്ച് നിൽക്കും അദ്ദേഹം. ഒരു അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് പോയാൽ ഒരു പക്ഷേ അദ്ദേഹം രാജിവെച്ചേക്കും. അതിനു മുമ്പ് അദ്ദേഹം സ്വമേധയാ രാജിവെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പാർട്ടി ഇടപെട്ട് വളരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചാലേ അദ്ദേഹം രാജിവെക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമാണ്, EDയുടെ തുടർ നടപടികൾ എങ്ങനെ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും CPM-നുള്ളിലെ കാര്യങ്ങൾ. അത് ഈ കേവലം പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമല്ല, അദ്ദേഹത്തിനെ PB-യിൽ നിന്ന് നീക്കം ചെയ്യും, അദ്ദേഹത്തിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റും. വളരെ മുതിർന്ന അംഗമാണ്. ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ അദ്ദേഹത്തിന് ക്ഷണിക്കപ്പെടുന്ന അംഗമായി. 75 വയസ്സെന്ന പ്രായപരിധി ഇദ്ദേഹത്തിന് മാത്രമാണ് അതിൽ ഇളവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇളവ് അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റിയിലേക്കും VS അങ്ങനെ ആയിരുന്നല്ലോ അവസാനം, പ്രത്യേക ക്ഷണിതാവായിരുന്നല്ലോ. അതുപോലെ പിണറായി ഒരു പ്രത്യേക ക്ഷണിതാവാകും. പാർട്ടി ക്ഷണിച്ചാൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ പിന്നെ പിണറായി വിജയൻ എന്ന സഖാവിൻ്റെ പാർട്ടിക്കുള്ളിലെ പിടി സമ്പൂർണ്ണമായിട്ടും അയഞ്ഞു കഴിയും. അവിടെ പിന്നെ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ വലിയ പിടിപാടില്ല. കാര്യമുണ്ട്, ED സമൻസ് അയച്ചാലേ നമ്മൾ ഈ പറഞ്ഞ പ്രശാന്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ. അല്ല, അതിനുള്ള സാഹചര്യ തെളിവുകളും കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിൽ ED എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. സംസാരിച്ചിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ വിവരങ്ങൾ നേരിട്ട് കേട്ടറിയാനായിരിക്കാം, അല്ലെങ്കിൽ അതാണോ ഇതെന്ന് ഒരു ഉറപ്പുവരുത്താനായിരിക്കാം, അതിനുശേഷം. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു സമൻസ് കൊടുത്ത് പിണറായി വിജയനെ വിളിച്ചു വരുത്തിയാൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ ജീവിതത്തിന് അതൊരു വിലങ്ങ് തടിയാണ്. അവിടെ പാർട്ടി കലാപക്കൊടി ഉയർത്തും. ഇപ്പോൾ തന്നെ താഴെത്തട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM-നുള്ളിൽ മുകൾ തട്ടിൽ സ്വാധീനമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താഴെത്തട്ടിൽ അണികൾ എതിർ ചേരിയിലാണ്. ഭാരവാഹികൾ, ഇപ്പോൾ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇവരെല്ലാവരും സത്യത്തിൽ മടുത്തു. കാരണം അവർക്കെല്ലാവർക്കും ഒരു കാര്യം ബോധ്യമായി, ഈ കനത്ത തിരിച്ചടി അവരൊരു 60 സീറ്റെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു 50-ന് മുകളിൽ സീറ്റിലേക്ക് പാർട്ടി ജയിക്കും എന്നവർ കണക്ക് കൂട്ടിയിരുന്നു. 26 സീറ്റിലേക്കാണ് പാർട്ടി ഒതുങ്ങിപ്പോയിരിക്കുന്നത്. ഈ 26 സീറ്റിലേക്ക് പാർട്ടി ഒതുങ്ങിപ്പോയതിൻ്റെ കാരണം സാക്ഷാൽ പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ പാർട്ടിയിൽ ആർക്കും സംശയമില്ല. അവരത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതിനിപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ നീക്കങ്ങൾ, അതായത് EDയുടെ ഭാഗത്തുനിന്ന് അന്വേഷണം വരുന്നു. ഇനിയിപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ സ്വപ്ന കൊടുത്ത മൊഴി ഒക്കെ കുരിശാണ് അത്. ഇതെല്ലാം കയറി വന്നു കഴിയുമ്പോൾ പിണറായി വിജയൻ കൂടുതൽ സമ്മർദ്ദത്തിലാവും. അദ്ദേഹത്തിന് ഈ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത, പാർട്ടിക്കുള്ളിൽ തൻ്റെ ഭാഗം ന്യായീകരിച്ച് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇന്ന് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഒപ്പമുള്ളത് MV ഗോവിന്ദൻ മാത്രമാണ്. ബാക്കിയുള്ള PB അംഗങ്ങളടക്കമുള്ളവർ മൗനത്തിലാണ്. റിയാസ് PB അംഗമൊന്നും അല്ലല്ലോ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായതേ ഉള്ളൂ. പക്ഷേ റിയാസിൻ്റെ ശബ്ദത്തിന് അവിടെ വലിയ മുഴക്കമുണ്ടാകില്ല, വലിയ വിലയുണ്ടാകില്ല. തോമസ് ഐസക് അടക്കമുള്ളവർ ഇന്ന് പിണറായിക്കെതിരാണ്. സുധാകരൻ അത് പരസ്യമായി പ്രകടിപ്പിച്ച് പാർട്ടിക്ക് പുറത്തേക്ക് പോയി. തോമസ് ഐസക് അങ്ങനെ പ്രകടിപ്പിക്കാതെ പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്നു. പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ ഒരു പണി ആയി മാറും. MA ബേബിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പാർട്ടിയിലെ പുത്തൻ തലമുറയുണ്ടല്ലോ, പുത്തൻ കൂറ്റുകാർ, അവരെല്ലാവരും സത്യത്തിൽ പിണറായി വിജയന് എതിരാണ്. അവരത് പറയുന്നില്ല എന്നേ ഉള്ളൂ, പുറത്ത് പറഞ്ഞൊരു വിഷയമാക്കുന്നില്ല എന്നേ ഉള്ളൂ. കണ്ണൂർ തന്നെ നമ്മൾ എടുത്തു നോക്കൂ, ഏതെങ്കിലും ജയരാജന്മാർ ഇന്ന് പിണറായിക്ക് അനുകൂലമാണോ?
കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇന്ന് പിണറായിക്ക് അനുകൂലമാണോ? ഉണ്ടെങ്കിൽ താഴെത്തട്ടിൽ നടന്ന സമ്മേളനങ്ങളിൽ, താഴെത്തട്ടിൽ നടന്ന ഈ വിമർശന ചർച്ചകളിൽ പിണറായിക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ വരണ്ടായിരുന്നോ? അങ്ങനെ വന്നില്ലല്ലോ. എന്തായാലും സെപ്റ്റംബറിൽ വിശാല സംസ്ഥാന സമ്മേളനം ചേരുകയാണ്. അത് സെപ്റ്റംബർ വരെ നമുക്കത് കാത്തിരിക്കാം. പക്ഷേ ഇവിടെ ഈ വിശാല സംസ്ഥാന സമ്മേളനവും ഒരു മുൾമുനയിലാകും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചാൽ. ഇ ഡി അത്തരത്തിൽ എന്തെങ്കിലും, ഇപ്പം പോട്ടെ, വീണ അറസ്റ്റിലായി എന്ന് തന്നെ ഇരിക്കട്ടെ, വീണയെ അറസ്റ്റ് ചെയ്തു, സത്യത്തിൽ പെട്ടില്ലേ? തീർച്ചയായിട്ടും അവിടെയും പിണറായി വിജയനെതിരെയല്ലേ ചോദ്യം വരിക? അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള വിഷയമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. വീണയ്ക്ക് ഈ മാസപ്പടി കൊടുത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് എന്ന മൊഴി ശശിധരൻ കർത്ത കൊടുത്തിരിക്കുകയല്ലേ. അത് പിണറായി വിജയന് തീർച്ചയായിട്ടും ഒരു ഒരു പാരയായി മാറത്തില്ലേ പാർട്ടിക്കുള്ളിൽ? അത് തീർച്ചയാണ്. ഇന്നോ നാളെയോ സമൻസ് വരുമെന്ന് പറയുന്നു. നമുക്ക് അതിനെക്കുറിച്ച് നമുക്കറിയില്ല, ഇതൊക്കെ പറഞ്ഞ് കേൾവികളാണ്. പക്ഷേ വീണയുടെ കാര്യത്തിൽ ഇ ഡി വളരെ കൃത്യമായി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഒപ്പം മറ്റ് കാര്യങ്ങളും കൂടി ഒത്തൊരുമിച്ച് വന്നാൽ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ പൊട്ടിത്തെറി, കോളിളക്കം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെടാൻ തക്കം പാർത്തിരിക്കുന്ന, അതായത് നേതൃസ്ഥാനത്ത് നിന്ന്, പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ തക്കം പാർത്തിരിക്കുന്ന അതൊരു ഈ പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് ഏറ്റെടുക്കുന്ന ഒരു പദവിയല്ല. പകരം സ്പീക്കർക്ക് കത്ത് കൊടുത്ത്, പാർട്ടി MLA-മാരെല്ലാം കൂടെ ഒപ്പിട്ട് കത്ത് കൊടുത്ത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇന്ന ആളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാജിക്കായിട്ട് അതിന് മുറവിളി കൂട്ടാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ വിഭാഗീയത CPM-നെ, പിണറായി വിജയനെയൊക്കെ മുൾമുനയിൽ വേട്ടയാടും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇ ഡിയുടെ തുടർ നടപടികൾ അത് വീണയ്ക്കെതിരെ ആണെങ്കിലും ശരി, പിണറായി വിജയനെതിരെ ആണെങ്കിലും ശരി, അതിൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.